അതിനെതിരായ വികാരം കോൺഗ്രസിന്റെ സാധാരണ പ്രവർത്തകരിൽ പോലും ഉണ്ട്. അതാണ് കോൺഗ്രസിലെ ചില നേതാക്കന്മാരെ കൊണ്ട് ഇവരുടെ പ്രതികരണം തെറ്റായിപ്പോയി എന്ന് പറയിപ്പിക്കാനിടയായത്. രാഹുലിനെ കുറിച്ച് നമ്മുടെ നാട്ടിലെ മഹാഭൂരിപക്ഷം വരുന്ന കോൺഗ്രസുകാരടക്കമുള്ള പൊതുജനാഭിപ്രായം എന്താ? ബലാത്സംഗ കേസിൽ പ്രതിയാവുകയും നിർബന്ധ ഗർഭഛിത്രം നടത്താൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന തെളിവുകളും വസ്തുതകളും പുറത്തു വന്നതോടെ രാഹുൽ ഒരു ലൈംഗിക കുറ്റവാളിയാണ്. ആ കുറ്റവാളിയെ KPCC പ്രസിഡന്റ് കഴിഞ്ഞ ദിവസം ന്യായീകരിക്കുകയാണ്. രണ്ടാമത് തനിക്ക് കിട്ടിയ പരാതി, അതിന്റെ പിന്നിൽ ലീഗൽ ബ്രെയിൻ ഉണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. ഒരു മനുഷ്യന്റെ ബ്രെയിനാണ് അതിന്റെ പിന്നിലുള്ളത്. ഒരു പെൺകുട്ടിക്കുണ്ടായ അനുഭവത്തിന്റെ ബ്രെയിനാണ് അതിന്റെ പിന്നിലുണ്ടായത്. കോൺഗ്രസ് നേതാക്കളുടെ വീട്ടിലുള്ള പെൺകുട്ടികൾക്കാണ് ഈ അനുഭവം ഉണ്ടായെങ്കിലോ അവര് കോൺഗ്രസിൽ വിശ്വസിച്ച് പരാതി കൊടുത്ത് അത് പരിഹരിക്കുമെന്നാണ് അവര് കരുതുന്നതെങ്കിൽ തെറ്റിപ്പോയി. അപ്പൊ ആദ്യം ആ ബാംഗ്ലൂർ സ്വദേശിനി ശ്രമിച്ചത് കോൺഗ്രസിന് പരാതി കൊടുത്ത് നടപടി എടുക്കുമെന്നായിരുന്നു. പക്ഷെ കോൺഗ്രസ് ഒന്നും ചെയ്തില്ല. അത് ചെയ്യേണ്ട ഇയാൾ KPCC പ്രസിഡന്റാണ്. അദ്ദേഹത്തിന്റെ നിലപാടെന്താ? ഇത് ലീഗൽ ബ്രെയിനാണ് എന്നാണ്. ആദ്യം ഇങ്ങനെ ഒരു പരാതി കിട്ടിയോന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്താ? അത് നാഥനില്ല പരാതിയാണ് എന്നാണ്. ഇത് തെളിയിക്കുന്നത് സ്ത്രീകളെ അപമാനിക്കുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് തന്നെയാണ്. അതേ നിലപാടിന്റെ ആവർത്തനമാണ് അടൂർ പ്രകാശിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. സർക്കാർ സിനിമാ നടി പീഡന കേസിൽ അപ്പീൽ നൽകുമെന്ന് പറഞ്ഞു. അപ്പീൽ നൽകുമെന്ന് സർക്കാർ പറഞ്ഞത് ശരിയായ ഒരു തീരുമാനമായിരുന്നു. മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങളും സിനിമാ നടിക്ക് പൂർണ്ണമായി നീതി കിട്ടിയില്ല എന്നാണ് മനസ്സിൽ കരുതുന്നത്.